Hello dear students. Next നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടു ഡയമെൻഷണൽ ട്രാൻസ്ഫോർമേഷൻ്റെ ലാസ്റ്റ് രണ്ട് ട്രാൻസ്ഫോർമേഷൻസ് ആണ് റിഫ്ലക്ഷൻ ആൻഡ് ഷെയറിംഗ്. So total we already discussed that totally there are 5 transformations: translation, rotation, scaling, reflection and sharing. And out of these 5, the basic two dimensional transformations are translation, rotation and scaling. So the remaining is, first one is reflection. Reflection means actually we are producing a mirror image of an object. നമ്മളൊരു മിററിൽ കൂടെ ഒരു ഒബ്ജക്റ്റിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന കാണുന്നതാണ് റിഫ്ലക്ഷൻ. ഓക്കെ, അപ്പോൾ അവിടെ ആക്ച്വലി റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ഒരു റൊട്ടേഷൻ തന്നെയാണ്. ആൻഡ് റൊട്ടേഷൻ ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, സോ ദ റിഫ്ലക്ഷൻ മീൻസ് ഇറ്റ്സ് എ ട്രാൻസ്ഫോർമേഷൻ ദാറ്റ് പ്രൊഡ്യൂസസ് ആൻ മിറർ ഇമേജ് ഓഫ് an object. The mirror image of a two-dimensional reflection is generated relative to an axis of reflection by rotating an object 180 degree about the reflection axis. അതായത് നമ്മൾ റൊട്ടേഷൻ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ഇവിടെ യൂസ് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. ഓക്കെ, സോ ദ ഫസ്റ്റ് വൺ ഫിഗർ നോക്കിയേ, നമ്മളിവിടെ ഒരു ട്രയാങ്കിൾ XY പ്ലെയിനിൽ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ അതിൻ്റെ റിഫ്ലക്റ്റഡ് ഇമേജാണ് ബിലോയിൽ കാണിച്ചിരിക്കുന്നത് സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ. ഓക്കെ, സോ ഹിയർ നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുന്നത് എലോങ് x-axis ആയിരിക്കും. ദാറ്റ് മീൻസ് x-axis റിഫ്ലക്ഷൻ മീൻസ് y equal to 0. സോ റിഫ്ലക്ഷൻ എലോങ് y equal to 0 or x-axis ഈസ് കംപ്ലീറ്റഡ് യൂസിങ് ദ ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മെട്രിക്സ് എന്ന് പറയുന്നത് 1 0 0 0 -1 0 0 0 1. സോ റിഫ്ലക്ഷൻ്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ മെട്രിക്സിലും 0 and 1 വാല്യൂസ് മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. അതായത് നമ്മൾ ഈ ഒബ്ജക്റ്റിൻ്റെ ഓരോ കോർഡിനേറ്റ്സിനകത്തോട്ട് നമ്മൾ ഈ പറഞ്ഞ മെട്രിക്സ് അപ്ലൈ ചെയ്യുമ്പോൾ റിഫ്ലക്റ്റഡ് ഇമേജ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എക്സ് വാല്യൂസിന് ചേഞ്ച് ഒന്നും കാണത്തില്ല. വൈ വാല്യൂസ് ഇവിടെ പോസിറ്റീവും റിഫ്ലക്റ്റഡ് ഇമേജിൽ നെഗറ്റീവും ആണ് ആവുന്നത്. സോ നമ്മളിവിടെ y വാല്യൂവിൻ്റെ പൊസിഷൻ്റെ അവിടെ -1 കൊടുക്കും. സോ ദിസ് ട്രാൻസ്ഫോർമേഷൻ കീപ്സ് ദ എക്സ് വാല്യൂ സെയിം ബട്ട് ഫ്ലിപ്സ് ദ y വാല്യൂ ഓഫ് ദ കോർഡിനേറ്റ്. y വാല്യൂ നെഗറ്റീവ് ആവും. ദെൻ നെക്സ്റ്റ് വൺ ഈസ് റിഫ്ലക്ഷൻ എലോങ് y ആക്സിസ്. y ആക്സിസ് റിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ ഒറിജിനൽ ഒബ്ജക്റ്റ് ഇതാണെന്നുണ്ടെങ്കിൽ അതിനെ ഈ ഒരു ലൊക്കേഷനിലോട്ടായിരിക്കും നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ y വാല്യൂസിന് ചേഞ്ച് ഒന്നും വരത്തില്ല, എക്സ് വാല്യൂസ് ആയിരിക്കും നെഗറ്റീവ് ആവുന്നത്. സോ ഇതേ മെട്രിക്സ് തന്നെ ഇവിടെ -1 ആവും, ഇവിടെ 1 ആവും. സോ ദ റിഫ്ലക്ഷൻ എലോങ് y-axis or x equal to 0 means x coordinates flips and y value remains the same and the matrix used is -1 0 0 0 1 0 0 0 1. അവിടെ നമ്മൾ എക്സ് വാല്യൂ ആയിരിക്കും നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, നെഗറ്റീവിലോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എക്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, ഇത് വൈനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, ദിസ് ഇസ് ദ ഇമേജ് റിഫ്ലക്ഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് അബൌട്ട് ദ y axis. ദെൻ നെക്സ്റ്റ് ഈസ് റിഫ്ലക്ഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് along an axis perpendicular to xy and passing through the origin. അതായത് ഇതാണ് നമ്മുടെ ആക്സിസ്, ഇതാണ് നമ്മുടെ റിഫ്ലക്ഷൻ ആക്സിസ് വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു XY പ്ലെയിൻ ആൻഡ് പാസിങ് ത്രൂ ദ ഒറിജിൻ. അപ്പോൾ ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് റിഫ്ലക്ഷൻ ആക്സിസ് ഇതെടുക്കാം, പെർപെൻഡിക്കുലർ ടു XY പ്ലെയിൻ ആൻഡ് എടുക്കാം. സോ ആ കേസ് നമ്മളിങ്ങനെ ഒബ്ജക്റ്റ് ഇരുന്ന് അതിനെ റിഫ്ലക്റ്റ് ചെയ്ത് ഇമേജ് ഇവിടെ ആയിരിക്കും വരുന്നത്. ഓക്കെ, സോ ആ കേസിൽ എക്സ് വൈ ഇവിടെ വരുമ്പോൾ -x ആവും -y ആവും. ഓക്കെ, സോ ദ റിഫ്ലക്ഷൻ മെട്രിക്സ് എന്ന് പറയുന്നത് -1 0 0 0 -1 0 0 0 1. അപ്പോൾ ഈ ഒരു മെട്രിക്സ് ആയിരിക്കും നമ്മൾ ആ ഓരോ കോർഡിനേറ്റിനകത്തോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, സോ ഹിയർ വി വിൽ ഫ്ലിപ്പ് ബോത്ത് the x and y coordinates of a point by reflecting relative to an axis which is perpendicular to XY plane and that passes through the coordinate origin. This transformation is referred to as reflection related to a coordinate origin has the matrix representation is here, and actually the reflection matrix is the rotation matrix with theta equal to 180 degree. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ് ആക്സിസിലൂടെ റൊട്ടേറ്റ് റിഫ്ലക്റ്റ് ചെയ്യാം, വൈ ആക്സിസിലൂടെ റൊട്ടേറ്റ് റിഫ്ലക്റ്റ് ചെയ്യാം, ദെൻ ആൻ ആക്സിസ് വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു XY പ്ലെയിൻ ആൻഡ് പാസിങ് ത്രൂ ദ ഒറിജിൻ. ദെൻ നെക്സ്റ്റ് ഈസ് ദ
റിഫ്ലക്ഷൻ ആക്സിസ് ഇസ് പെർപെൻഡിക്കുലർ ടു എക്സ് വൈ പ്ലെയിൻ ആൻഡ് പാസിംഗ് ത്രൂ എ പെർട്ടിക്കുലർ പോയിന്റ്, ഒരു പെർട്ടിക്കുലർ പോയിന്റിലൂടെ പാസ് ചെയ്യുന്നു. റിഫ്ലക്ഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് റിലേറ്റീവ് ടു ആൻ ആക്സിസ് വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു എക്സ് വൈ പ്ലെയിൻ ആൻഡ് പാസിംഗ് ത്രൂ എ പെർട്ടിക്കുലർ പോയിന്റ് പി എന്ന് പറഞ്ഞൊരു പെർട്ടിക്കുലർ പോയിന്റിലായിരിക്കും ആ ആക്സിസ് വരുന്നത്. അപ്പോൾ ഈ കേസിൽ നമ്മൾ റിഫ്ലക്ഷൻ വരുമ്പോൾ ദിസ് റിഫ്ലക്ഷൻ ഈസ് സെയിം ആസ് 180 ഡിഗ്രി റൊട്ടേഷൻ ഇൻ ദ എക്സ് വൈ പ്ലെയിൻ. എക്സ് വൈ പ്ലെയിനിൽ തന്നെയായിരിക്കും 180 ഡിഗ്രി റൊട്ടേഷൻ നടക്കുന്നത്. അപ്പോൾ ആ കേസിൽ റൊട്ടേഷൻ മെട്രിക്സ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഇതുവരെ പഠിച്ച റൊട്ടേഷൻ മെട്രിക്സിൻ്റെ ഫസ്റ്റ് 2 റോസിൽ ഒരു ചേഞ്ച് ഉണ്ട്, ഇതിൻ്റെ ചേഞ്ച് ഉണ്ട് 0 1 0 ആൻഡ് 1 0 0 ആൻഡ് 0 0 1. അങ്ങനെയാണ് അതിൻ്റെ റൊട്ടേഷൻ മെട്രിക്സ് റിഫ്ലക്ഷൻ മെട്രിക്സ് വരുന്നത്. ഓക്കെ, ആക്ച്വലി ഈ ഒരു മെട്രിക്സ് നമുക്ക് ഇവിടെ കിട്ടുന്നതെന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മുടെ ഈ റിഫ്ലക്ഷൻ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ആ റിഫ്ലക്ഷൻ ആക്സിസിനെ നമ്മൾ ജസ്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്ത് എക്സ് ആക്സിസുമായിട്ട് അലൈൻ ആക്കുന്നു. ഓക്കെ, നമ്മുടെ റിഫ്ലക്ഷൻ ആക്സിസിന് ജസ്റ്റ് നമ്മൾ 45 ഡിഗ്രി ക്ലോക്ക് വൈസ് ആയിട്ടൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. 45 ഡിഗ്രി ക്ലോക്ക് വൈസ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുക മീൻസ് നമ്മുടെ എക്സ് ആക്സിസിൽ വന്ന് കോയിൻസൈഡ് ചെയ്യും. ദെൻ നമ്മുടെ ഒബ്ജക്റ്റിനെ റിഫ്ലക്റ്റ് ചെയ്യും എലോങ് ദ എക്സ് ആക്സിസ്. ദെൻ വീണ്ടും എന്ത് ചെയ്യും, നമ്മുടെ ഒറിജിനൽ പൊസിഷനിലോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ആക്സിസിനെ റിഫ്ലക്ഷൻ ആക്സിസിനെ ജസ്റ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് 45 ഡിഗ്രിയിൽ റിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ആക്സിസിനെ ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്യുക, ദെൻ നമ്മുടെ റിഫ്ലക്ഷൻ പെർഫോം ചെയ്യുക, ദെൻ ബാക്ക് റൊട്ടേഷൻ പെർഫോം ചെയ്യുക. ഓക്കെ, സോ ഈ മൂന്ന് ഇപ്പോൾ ആദ്യമേ നമ്മുടെ ഈ റൊട്ടേഷൻ ചെയ്യുന്ന, അതായത് നമ്മുടെ ആ ഒരു ആക്സിസിനെ റൊട്ടേഷൻ ചെയ്യുന്ന മെട്രിക്സ് അപ്ലൈ ചെയ്യും, ദെൻ റിഫ്ലക്ഷൻ മെട്രിക്സ് അലോങ് എക്സ് ആക്സിസ് അപ്ലൈ ചെയ്യും, ദെൻ വീണ്ടും നമ്മൾ റൊട്ടേഷൻ മെട്രിക്സ് അപ്ലൈ ചെയ്യും. റൊട്ടേഷൻ മെട്രിക്സ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ആംഗിൾ എന്ന് പറയുന്നത് മൈനസ്, അല്ലെങ്കിൽ ആദ്യം മൈനസ് ആണ് കൊടുക്കുന്നതെങ്കിൽ വീണ്ടും പോസിറ്റീവ് ആക്കി കൊടുക്കും. ഓക്കെ, സോ ഈ 3 മെട്രിക്സിൻ്റെ ഒരു കോമ്പിനേഷനാണ് നമ്മുടെ ഒബ്ജക്റ്റിനകത്തോട് നമ്മൾ അപ്ലൈ ചെയ്ത് നമുക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടുന്നത്. അത് നമ്മൾ കോമ്പോസിറ്റ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ അടുത്തൊരു ടോപ്പിക്ക് പഠിക്കുമ്പം ഈ പറയുന്ന കാര്യം കുറച്ചും കൂടെ ക്ലിയർ ആവും. Okay, so this matrix can be derived from concatenating a sequence of rotation and coordinate axis reflection matrix. നമ്മുടെ ആദ്യം നമ്മളിവിടെ റൊട്ടേഷനാണ് പെർഫോം ചെയ്യുന്നത്, അപ്പോൾ അവിടെ റൊട്ടേഷൻ മെട്രിക്സ് കാണും. ദെൻ ഇവിടെ റിഫ്ലക്ഷൻ പെർഫോം ചെയ്യുന്നു, റിഫ്ലക്ഷൻ മെട്രിക്സ് ഉണ്ട്. എഗെയിൻ നമ്മൾ റൊട്ടേഷൻ പെർഫോം ചെയ്യുന്നു, അതിൻ്റെ റൊട്ടേഷൻ മെട്രിക്സ് ഉണ്ട്. സോ 3 മെട്രിക്സ് കാണും. ഈ 3 മെട്രിക്സും കൂടെ കമ്പൈൻ ചെയ്തിട്ടായിരിക്കും നമ്മുടെ ആക്ച്വൽ ലൊക്കേഷനകത്തോട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഫൈനലി ഇങ്ങനൊരു റിസൾട്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നത്. ഓക്കെ, സോ here first sequence is first perform a clockwise rotation through a 45 degree angle which rotates line y equal to x onto the x axis. Okay, coincide with the x axis. Next perform a reflection with respect to x axis. Then final step is rotate the line back to its original position with the counterclockwise rotation through 45 degree. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് നമുക്ക് ഈ കിട്ടിയ മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതിൻ്റെ ഓപ്പോസിറ്റ്. To obtain a transformation matrix for reflection about the diagonal y equal to -x, നേരത്തെ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ്. ഇപ്പോൾ y equal to -x ആണ് നമ്മുടെ ആക്സിസ് എങ്കിൽ അതിൻ്റെ റൊട്ടേഷൻ മെട്രിക്സ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ മെട്രിക്സ് തന്നെ. അവിടെ പോസിറ്റീവിന് പകരം ഫസ്റ്റ് 2 റോയിൽ 1 വാല്യൂ നെഗറ്റീവ് കൊടുത്താൽ മതി. 0 -1 0 -1 0 0 0 0 1. ഇവിടെ നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്, ഫസ്റ്റ് നമ്മൾ ഒരു ക്ലോക്ക് വൈസ് റൊട്ടേഷൻ പെർഫോം ചെയ്യും 45 ഡിഗ്രി. ക്ലോക്ക് വൈസ് റൊട്ടേഷൻ പെർഫോം ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ലൈൻ എന്ന് പറയുന്നത് ഈ ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ വൈ ആക്സിസുമായിട്ട് വന്ന് ടച്ച് ചെയ്യും. ദെൻ നമ്മൾ റിഫ്ലക്ഷൻ എലോങ് വൈ ആക്സിസ് പെർഫോം ചെയ്യും. ദെൻ കൗണ്ടർ ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ബൈ 45 ഡിഗ്രിയും പെർഫോം ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ആണ് ഇത്. അപ്പോൾ ഈ മെട്രിക്സ് ആണ് നമ്മൾ ആക്ച്വലി നമ്മുടെ പോയിൻറ്റിനകത്തോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, സോ ദീസ് ഓൾ അബൌട്ട് റിഫ്ലക്ഷൻ അലോങ് എക്സ് ആക്സിസ്, റിഫ്ലക്ഷൻ അലോങ് വൈ ആക്സിസ്, റിഫ്ലക്ഷൻ അലോങ് എൻ ആക്സിസ് passing through origin and perpendicular to xy plane, reflection along an axis which is perpendicular to xy plane but passing through any point, then reflection along an axis y equal to -x. 5 മെട്രിക്സ് ആണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ദെൻ ലാസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ ഈസ് ഷിയറിംഗ് മീൻസ് നമ്മൾ പറഞ്ഞു നമുക്ക് സൈസിൽ ചേഞ്ച് വരാം, പൊസിഷനിൽ ചേഞ്ച് വരാം, ലാസ്റ്റ് ഷേപ്പിലും ചേഞ്ച് വരാം. ആ ഷേപ്പിൽ ഡിസ്റ്റോർഷൻ പെർഫോം ചെയ്യുന്ന ട്രാൻസ്ഫോർമേഷനാണ് നമ്മൾ ഷിയറിംഗ് എന്ന് പറയുന്നത്. So shearing is a transformation that distorts the shape of an object such that the transformed shape appears as if the object were composed of layers that had been caused to slide over each other, called shear. അതായത് നമ്മുടെ ഒരു ഒബ്ജക്റ്റ് നമ്മൾ വരയ്ക്കുമ്പോൾ അതിനകത്ത് ജസ്റ്റ് ലേയേഴ്സ് ഉണ്ടെങ്കിൽ ആഫ്റ്റർ ഷിയറിംഗ് ഇറ്റ് വിൽ ബി ലൈക്ക്
ഇങ്ങനെ ഇരിക്കും. അതിനകത്ത് കുറേ ലെയേഴ്സ് ഉണ്ടെങ്കിൽ സ്ലൈഡ് ചെയ്യുന്നതായിട്ട് കാണിക്കും. അല്ലെങ്കിൽ അതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ വരും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ഷിയറിംഗ് എന്ന് പറയുന്നത്. ഷേപ്പിന് തന്നെ ചേഞ്ച് വരുന്നു. ഓക്കെ, മെയിൻലി 2 കോമൺ ഷിയറിംഗ് ട്രാൻസ്ഫോർമേഷൻസ് ആണുള്ളത്. ദാറ്റ് ഈസ് നമ്മളിപ്പോൾ വരച്ച 2 ഫിഗറിനെ ബേസ് ചെയ്ത് എക്സ് വാല്യൂസ് ഷിഫ്റ്റ് ചെയ്യുന്നതും കാണാം, ടോപ്പിലോട്ട് വൈ വാല്യൂസ് ഷിഫ്റ്റ് ചെയ്യുന്നതും കാണാം. അതിൻ്റെ കറസ്പോണ്ടിങ് മെട്രിക്സ് ആണ് ഇക്വേഷൻസും പഠിക്കണം. സോ 2 ടൈപ്സ് ഓഫ് ഷിയറിംഗ്, എക്സ് ഡയറക്ഷൻ ഷിയറിംഗും ഉണ്ട്, വൈ ഡയറക്ഷൻ ഷിയറിംഗും ഉണ്ട്. എക്സ് ഡയറക്ഷൻ ഷിയറിങ്ങിൻ്റെ ഫിഗറാണിത്. ദെൻ വൈ ഡയറക്ഷൻ്റെ ഷിയറിങ്ങിൻ്റെ ഫിഗറാണിത്. ഓക്കെ, സോ എക്സ് ആക്സിസ് ഷിയറിംഗ് മീൻസ് ഇങ്ങനൊരു ഒബ്ജക്റ്റ് ഇങ്ങനെ പോവും. ദെൻ വൈ ആക്സിസ് ആണെങ്കിൽ ആ ഒബ്ജക്റ്റ് നമുക്ക് ഇങ്ങനെ ആയിരിക്കും ചേഞ്ച് വരുന്നത്. സോ ദ കറസ്പോണ്ടിങ് ഇക്വേഷൻസ് ആർ എക്സ് ഡാഷ് ഈക്വൽ ടു എക്സ് പ്ലസ് എസ് എച്ച് എക്സ് ഇൻറ്റു വൈ, വൈ ഡാഷ് ഈക്വൽ ടു വൈ, എസ് എച്ച് എക്സ് എന്ന് പറഞ്ഞാൽ ഷിയറിംഗ് ഫാക്ടറാണ് അലോങ് എക്സ് ആക്സിസ്. ആൻഡ് ദ കറസ്പോണ്ടിങ് മാട്രിക്സ് ഈസ് 1 എസ് എച്ച് എക്സ് 0 0 1 0 0 0 1. അപ്പോൾ ഈ ഒരു മെട്രിക്സും ഇക്വേഷൻസും കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കണം. ദെൻ അതിൻ്റെ കറസ്പോണ്ടിങ് ഒരു റിസൾട്ടാണ് ഡയഗ്രാമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. ദെൻ എക്സ് ആക്സിസ് ഷിയറിംഗ് റിലേറ്റഡ് ടു എ റെഫറൻസ് ലൈൻ. റെഫറൻസ് ലൈൻ എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഫസ്റ്റ് വരച്ച ഫിഗറിനകത്ത് ഇതാണൊരു ഒബ്ജക്റ്റ് എങ്കിൽ അതിൻ്റെ ഷിയറിംഗ് എന്ന് പറയുന്നത് ഇതായിരിക്കും, ഇങ്ങനെ വരും. ഇനി നെക്സ്റ്റ് ഒരു റെഫറൻസ് ലൈൻ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ആ റെഫറൻസ് ലൈനെ ബേസ് ചെയ്ത് ഷെയർ ചെയ്യുക മീൻസ് കുറച്ചും കൂടെ ഡിസ്റ്റൻസ് ഇട്ടിട്ടായിരിക്കും നമ്മൾ ഷെയർ ചെയ്യുന്നത്. സോ ആ കേസിലെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ഡാഷ് ഈക്വൽ ടു എക്സ് പ്ലസ് എസ് എച്ച് എക്സ് ഇൻറ്റു വൈ മൈനസ് വൈ അവിടെ ഒരു വൈ റെഫറൻസ് വാല്യൂ കൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ വൈ ഡാഷ് ഈക്വൽ ടു വൈ. സോ ദ ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് വിൽ ബി 1 എസ് എച്ച് എക്സ് മൈനസ് എസ് എച്ച് എക്സ് ഇൻറ്റു വൈ റെഫ് 0 1 0 0 0 1. അപ്പോൾ ഈ പറഞ്ഞ ഷിയറിങ്ങിൻ്റെ കേസിലുള്ള മെട്രിക്സും ഇക്വേഷൻസും കാണാതെ പഠിച്ചേ മതിയാവും. ഓക്കെ, ദെൻ ദ ലാസ്റ്റ് ഈസ് വൈ ഡയറക്ഷൻ ഷിയറിംഗ്. Y direction shearing with respect to a reference line. Okay, so the matrix will be 1 0 0 SHY 1 minus SHY into x ref 0 0 1, and the equations are x dash equal to x, y dash equal to SHY into x minus x ref plus y. ഈ പറഞ്ഞ ഇക്വേഷൻസ് കറക്റ്റായിട്ട് പഠിക്കണം. ഇതിൻ്റെ ഡെറിവേഷൻസ് ഒന്നും നമുക്ക് പഠിക്കാനില്ല, ഇക്വേഷൻസും മെട്രിക്സും കറക്റ്റായിട്ട് പഠിക്കാം. എക്സ് ആക്സിസ് ഷിയറിംഗ് വിത്ത് റെസ്പെക്ട് ടു എ reference line, y-axis shearing and y-axis shearing related to a reference line, x reference line എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു റെഫറൻസ് ലൈൻ കൊടുക്കും, ആ റെഫറൻസ് ലൈനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഷെയർ ചെയ്യുന്നത്. ഓക്കെ, സോ ദീസ് ആൾ അബൌട്ട് റിഫ്ലക്ഷൻ ആൻഡ് ഷെയറിംഗ്. ഓക്കെ, താങ്ക് യു.